പോയതോ ആയ വാർത്തകൾ കേട്ടാൽ നിങ്ങൾ നെഞ്ഞത്ത് കൈവച്ച് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു പോകണം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെയാണിത് സംഭവിക്കുന്നത് എന്ന് അല്ലാഹു തആല അതാ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു പറയാണ്, അലം തറ, നിങ്ങൾ കാണുന്നില്ലേ? പറയൂ, എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ളത്? നിങ്ങൾ കാണുന്നില്ലേ? അന്നല്ലാഹ യുസ്ജി സ്വഹാബാ, നിശ്ചയമായും അല്ലാഹു തആല മേഘങ്ങളെ വലിച്ചു കൊണ്ടുവരികയാണ്. എവിടെയാണ് ഈ മേഘങ്ങളുള്ളത്? കടലിൽ നല്ല വെയിലേറ്റ് സൂര്യപ്രകാശമേറ്റ് വെള്ളം ബാഷ്പീകൃതമാകുമ്പോൾ കടലിൽ നിന്നാണ് മേഘപാളികൾ പൊങ്ങുന്നത്. അവിടെ പൊങ്ങി വരുന്ന ആ ചെറിയ തുണ്ടങ്ങൾ, നീരാവിയുടെ തുണ്ടങ്ങൾ, അതിനെ അല്ലാഹുവാണ് നിങ്ങളുടെ ഈ കരയിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നവൻ അല്ലാഹുവാണ്. പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് മേഘങ്ങൾ ഒഴുകി വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? യാദൃശികമല്ലാതെ കാറ്റിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹുവാണ് ആ മേഘങ്ങളെ കൊണ്ടുവന്നത്. എന്നിട്ടോ സുമ്മ യുഅല്ലിഫു ബൈനഹു, അവിടെയും ഇവിടെയും കിടക്കുന്ന തുണ്ടം തുണ്ടമായി കിടക്കുന്ന ആ മേഘങ്ങളെ അല്ലാഹുവാണ് ഇതിനെ കൂട്ടി യോജിപ്പിക്കുന്നത്. പിന്നെ അതൊരു വലിയ മേഘത്തിന്റെ പരപ്പായിട്ട് മാറുകയാണ്. പിന്നെയും മേഘങ്ങളെ അല്ലാഹു കൊണ്ടുവരും. അങ്ങനെ സുമ്മ യജഅലുഹു റുകാമാ, വളരെ മൃദുലമായിരുന്ന ആ മേഘപാളികൾക്ക് മീതെ പിന്നെയും 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 മേഘപാളികളെ കൊണ്ടുവന്ന് ഒരുമിച്ച് കൂട്ടുമ്പോൾ അതൊരു കട്ടിയുള്ള മഴമേഘമായി മാറുകയാണ്. വിമാനത്തിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകൾ മേഘപാളികൾ കണ്ടിട്ടുണ്ടാകും. നമ്മളീ കാണുന്ന പുക പോലെയുള്ള നിസ്സാരമായ വസ്തുവല്ലാതെ എത്രയോ ഘനത്തിൽ കിടക്കുന്ന മേഘങ്ങളുടെ വലിയ ഉണ്ടകളാണ് നിങ്ങൾക്ക് കാണാനാകുന്നത്. നിങ്ങളത് കണ്ടിട്ടില്ലേ? അതിന്റെ ഉള്ളിലൂടെ വിമാനം കടന്നു വരുമ്പോൾ വിമാനം പോലെ ഇളകിപ്പോകുന്നത്, അത് ചാഞ്ചാടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഘനപ്പെട്ട മേഘവാളികളാണിത്. അങ്ങനെ സുമ്മ യജഅലുഹു റുകാമാ, അല്ലാഹുവാണ് അതിനെ കട്ടിമേഘങ്ങളാക്കിയത്. അപ്പോൾ ഫതറൽ വദഖ യഖ്റുജു മിൻ ഖിലാലിഹി, ആ മേഘവാളികൾക്കിടയിലൂടെ മഴത്തുള്ളികൾ ഒഴുകുന്നത് നിങ്ങൾക്ക് കാണാം. അതിൽ നിന്നാണ് മഴ പുറപ്പെടുന്നത്, അതിൽ നിന്നാണ് വെള്ളത്തുള്ളികൾ പുറപ്പെടുന്നത്. ആരാണ് ഇതിന്റെ പിന്നിലുള്ളത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വയുനസ്സല മിനസ്സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബർദ്, ചിലപ്പോൾ അല്ലാഹു തആല ആകാശത്തിൽ നിന്ന് വലിയ പർവ്വതങ്ങളെ തന്നെ വർഷിപ്പിക്കും. പർവ്വതം എന്ന് പറഞ്ഞാൽ കല്ലും മണ്ണും മരങ്ങളുമുള്ള പർവ്വതങ്ങളെല്ലാം മിൻ ബർദ്, മഞ്ഞിന്റെ പർവ്വതങ്ങളാണ്, മഞ്ഞുകട്ടകൾ. സ്നോ, നിങ്ങൾ സ്നോ വീഴ്ചകൾ കണ്ടില്ലേ? പേപ്പറിലൊക്കെ വായിച്ചിട്ടില്ലേ നിങ്ങൾ? സ്നോ വീഴ്ച, മഞ്ഞുകട്ടകൾ ഭൂമിയിലേക്ക് വർഷിക്കും. അങ്ങനെ വർഷിച്ചാൽ അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് ആപത്തുണ്ടാകും. ചില ആളുകളുടെ തലയിൽ വീണിട്ട് നാശം ഉണ്ടാകും, വീടുകൾ തകർന്നു പോകും, അല്ലെങ്കിൽ ആളുകൾ മരിച്ചു പോകും അതിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട്. അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ തൊട്ട് അല്ലാഹു തന്നെ അതിനെ തട്ടി നീക്കും. അപ്പൊ അവർക്ക് അപകടം പറ്റൂല. അപ്പൊ ചിലപ്പോ മഞ്ഞ് വീഴ്ച കൊണ്ട് നാശങ്ങൾ ഉണ്ടാകും, ചിലപ്പോ നാശങ്ങൾ ഉണ്ടാവുകയില്ല. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? മാത്രമല്ല യകാദു സനാ ബർഖിഹി യദ്ഹബു ബിൽ അബ്സാർ, അങ്ങനെ മേഘവാളികൾ, കറുത്തിരണ്ട മേഘവാളികളിൽ നിന്ന്, കട്ടിയുള്ള മേഘവാളികളിൽ നിന്ന് കൊടുമഴ വർഷിക്കുമ്പോൾ ചിലപ്പോൾ കഠിനമായ ഇടിമിന്നൽ ഉണ്ടാകും. യകാദു സനാ ബർഖിഹി, ആ ഇടിമിന്നലിന്റെ ജ്വാലകൾ, ആ ഇടിമിന്നലിന്റെ തിളക്കവും അതിന്റെ പ്രകാശവും യദ്ഹബു ബിൽ അബ്സാർ, നിങ്ങളുടെ കണ്ണുകളെ തന്നെ പോക്കിക്കളയാറായിട്ടുണ്ട്. ചിലപ്പോ നിങ്ങൾ കണ്ണടച്ചു പോകും, കാരണം നോക്കിയാൽ നിങ്ങളുടെ കണ്ണ് അതിൽ തട്ടിപ്പോകുമോന്ന് കരുതിയിട്ട്. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയേക്കാം, അല്ലെങ്കിൽ ആളുകൾ മരിച്ചു പോയേക്കാം, അപകടങ്ങൾ പറ്റിയേക്കാം. അത്രമാത്രം അതിശക്തമായ മിന്നറിയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്, ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല? ഇതൊക്കെ നിങ്ങളുടെ തലക്ക് മുകളിൽ വീണിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലേ? എന്നിട്ടും പത്രം വായിച്ചു കണ്ട് പൊട്ടന്മാരെ പോലെ, ഓ 4 ആള് മരിച്ചല്ലേ, അവിടെ 10 ആള് മരിച്ചല്ലേ എന്ന് പറഞ്ഞ പേപ്പർ വലിച്ചെറിഞ്ഞ് മിണ്ടാതിരിക്കാങ്ങൾ. അള്ളാഹുവിന്റെ ആയാത്താണ് ഇത് എന്നൊന്ന് ചിന്തിച്ചുകൂടെ ചങ്ങാതിമാരെ? നിങ്ങൾ പറയൂ, നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്കൊരു മേഘപാളിയെ, പരപ്പനങ്ങാടി കടപ്പുറത്തുനിന്നൊരു മേഘപാളിയെ നിങ്ങൾക്ക് മഞ്ചേരിയിൽ കൊണ്ടുവരാൻ കഴിയും?
ഇവിടുത്തെ ഭരണകൂടം വിചാരിച്ചാൽ കഴിയോ? ഗവൺമെന്റ് വിചാരിച്ചാൽ കഴിയോ? ആർക്കാണ് സാധിക്കുക? ആ മേഘപാളികളെ കൂട്ടിച്ചേർത്ത് കട്ടിയുള്ള മേഘപാളികളാക്കാൻ ശാസ്ത്രജ്ഞന്മാർ വിചാരിച്ചാൽ കഴിയോ? ഭരണകൂടങ്ങൾ വിചാരിച്ചാൽ കഴിയോ? അതിന് കഴിവുള്ള ആരാണ് ഈ പ്രപഞ്ചത്തിൽ ഈ ആയുഷ്കാലത്തിനടുക്ക് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആ കട്ടിയുള്ള മേഘപാളികൾ ആകാശത്ത് നിന്നാൽ വേഴാമ്പലിനെ പോലെ മേലോട്ട് നോക്കി നിൽക്കാനല്ലാതെ ഒരു തുള്ളി വെള്ളം അതിൽ നിന്ന് വർഷിപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യന് സാധിക്കുമോ? ആർക്കാണ് കഴിയുക? മഴയിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ മനുഷ്യന്റെ ശക്തി കൊണ്ട് കഴിയോ? ഇല്ല. ചിലപ്പോ ഏതെങ്കിലും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ, സ്വാലിഹ്യങ്ങൾ അള്ളാഹിനോട് കയ്യുയർത്തേ ചിലപ്പോൾ മഴ പെയ്യും അള്ളാഹു കാരുണ്യം കൊണ്ട്. അല്ലാതെ നിങ്ങളുടെ ശാസ്ത്രം കൊണ്ടോ, നിങ്ങളുടെ ടെക്നോളജി കൊണ്ടോ, നിങ്ങളുടെ അധികാരങ്ങൾ കൊണ്ടോ, നിങ്ങളുടെ ഗവൺമെന്റ് തീരുമാനങ്ങൾ കൊണ്ടോ സാധിക്കും ഇതിന്? നിയമസഭ കൂടുന്ന സമയത്ത്, ബജറ്റ് പാസ്സാക്കുന്ന സമയത്ത്, ശരി ഈ കൊല്ലം നമ്മൾക്ക് ഇടുക്കിയിൽ കുറെ മഴ വേണം, എന്നാൽ ഈ വർഷത്തെ ജൂണിലെ മഴയ്ക്ക് ഇടുക്കിയിലേക്കോട്ടെ എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചാൽ നടക്കുമോ? ആർക്കാണ് ഇതിന് സാധിക്കുക? ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് മഞ്ഞകട്ടകൾ വീഴും. മഞ്ഞ് വീഴ്ചയുള്ള സ്ഥലങ്ങളുണ്ട്. നല്ല കൊടുന്തണുപ്പുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അധികവും മഞ്ഞ് വീഴ്ചയുള്ളതാണ്. നമ്മുടെ കാശ്മീരിൽ പോലും മഞ്ഞ് വീഴ്ചയില്ലേ? മഞ്ഞ് വീഴ്ചയുടെ ഘട്ടം വന്നാൽ കാശ്മീരിലുള്ള ആളുകൾ, ശ്രീനഗറിലുള്ള ആളുകൾ അവരുടെ വീടും കൂടിയൊക്കെ പൂട്ടിക്കാണ്ട് ജമ്മുവിലേക്കും മറ്റൊക്കെ ഒഴിഞ്ഞു പോകാൻ. ഇന്ത്യ ഗവൺമെന്റിന് എന്നാൽ അതൊന്നും നിർത്തിക്കൂടെ? ആ മഞ്ഞ വീഴ്ച വെറുതെ ആളുകളെ കഷ്ടപ്പെടുത്തണം? നമുക്കൊരു പാർലമെന്റ് ഇല്ലേ, 400 ജില്ലാ മെമ്പർമാരില്ലേ, വല്ലതും കൂടി കൂടിയാണ് യോഗം കൂടിയിട്ട് തീരുമാനിച്ചൂടെ ഈ കൊല്ലം കാശ്മീരിൽ മഞ്ഞ വീഴ്ച വേണ്ടാന്ന്? ആരുടെ കയ്യിലാണ് ചങ്ങാതിമാരെ ഇതിന്റെയൊക്കെ നിയന്ത്രണം? നിങ്ങളുടെ കയ്യെത്താവുന്ന ദൂരത്തുയർന്നു നിൽക്കുന്ന മേഘപാളികളിൽ നിന്ന് മഞ്ഞുവീഴ്ചയുണ്ടായിട്ട് ഒന്ന് തടുക്കാൻ ഒരു വഴി നിങ്ങളെ കയ്യിലില്ലേ? നിങ്ങൾ എത്രമാത്രം ദുർബലാണ്? നിങ്ങളാണോ ലോകം ഭരിക്കുന്നു പറയുന്നത്? എന്തിനെ കൊള്ളും ഈ ദുർബലനായ മനുഷ്യനെ? ചിലപ്പോൾ കൊടും മഴയുള്ള സമയത്ത് ഇടിയും മിന്നലും ഉണ്ടാകും. എത്ര കൊല്ലങ്ങളായി ഇവിടെ ഇടിയും മിന്നലുണ്ടാകുന്നു, ആളുകൾ മരിച്ചു പോകുന്നു, വീടുകൾ തകർന്നു പോകുന്നു, വിണ്ടുകീറിപ്പോകുന്നു. എന്താ ചെയ്യാ? ഏതെങ്കിലും ഒരു കൊല്ലം ഗവൺമെന്റ് നിയമസഭ കൂടിയിട്ട് കൊല്ലം മിന്ന് നമ്മൾ തുടക്കും, പ്രതിരോധിക്കും. ആരും പേടിക്കണ്ടെന്ന് പറയാൻ കഴിയോ? കിട്ടിയത് തന്നെ. ഒരു മനുഷ്യനും ആ ശക്തിയെ പ്രതിരോധിക്കാനാവില്ല. ഒരൊറ്റ മിന്നലുണ്ടാകുന്ന ഊർജം എത്രയാണ് അറിയാം നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഒരു വർഷം കേരളം മുഴുവനും നിർത്താതെ 24 മണിക്കൂറും വൈദ്യുതി ഉപയോഗിച്ചിട്ട് വിളക്ക് കത്തിക്കാനും മോട്ടോർ ഇടാനും ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കാനും കേരളീയരായ ആളുകൾക്ക് മുഴുവനുള്ള ഊർജം, പവർ, ഇലക്ട്രിസിറ്റിയുടെ പവർ ഒറ്റ മിന്നിൽ നിന്ന് കിട്ടും. പക്ഷെ എടുത്തുവെക്കാൻ നമ്മൾക്ക് യാതൊരു വഴിയില്ല. മിന്നറിയാഞ്ഞിട്ടല്ല, അതിൽ ഊർജത്തിന്റെ സ്രോതസ്സില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതിനെ സ്റ്റോർ ചെയ്യാൻ നമ്മുടെ കയ്യിൽ സംവിധാനങ്ങളില്ല. അതിൽ നിന്ന് അപകടം പറ്റിയാൽ കരയാനല്ലാതെ, നിസ്സഹായനായി അത് അനുഭവിക്കാനല്ലാതെ മനുഷ്യന് കഴിയില്ല. നിങ്ങളുടെ കൺമുമ്പിൽ അല്ലാഹു തആല നിങ്ങളെ ദുർബലരാക്കി കളയുന്ന അവന്റെ ആയാത്തുകൾ കാണിച്ചു തന്നിട്ട് ഇനിയും നിങ്ങൾ അല്ലാഹുവിനെ നിഷേധിക്കുകയാണോ എന്നല്ലേ അല്ലാഹു തആല ചോദിക്കുന്നതിന്റെ അർത്ഥം? യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാറ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ. രാവുകളെയും പകലിനെയും മാറ്റിമറിച്ചു കൊണ്ടുവരുന്നവൻ അല്ലാഹുവാണ്. ഇന്ന ഫീ ദാലിക, നിശ്ചയമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഉണ്ട്, ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ദീർഘദൃഷ്ടിയുള്ള ആളുകൾക്ക് ഇതിലൊക്കെ പാഠങ്ങളുണ്ട്. ഇബ്റത്ത് എന്ന് പറഞ്ഞാൽ പാഠം, മറക്കാത്ത പാഠങ്ങൾ. ആർക്ക്? ഉലിൽ അബ്സാർ.